അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനീ പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ദുൽഖഅദ് മാസത്തിലെ 4-ാമത്തെ വെള്ളിയാഴ്ച നമ്മുടെ പള്ളികളിൽ ഓതുന്ന നുബാത്തിയ ഖുത്ബയുടെ ആശയമാണ്. ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇമാമ് ഖുത്ബ ഓതുന്ന, അല്ലെ ഖത്തീബ് ഖുത്ബ ഓതുന്ന സമയത്ത് അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു മതപരമായ അറിവുകൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ അറിവ് നേടുന്നതിന് അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഭൂമിയെയും അതിലുള്ളവരെയും അനന്തരമെടുക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും കിടപ്പിടം പ്രകാശിച്ചു കൊടുക്കുമാർ അവിടുത്തെ കുടുംബത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ. ജനങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു. നിശ്ചയം നാം ഒരു കാലത്തിലാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ തനിമ അതിരുചിയുള്ളതും സുഖജീവിതം ഇടുങ്ങിയതും ദുർബലപ്പെടുത്തൽ വേഗത കൂടിയതും കടം തടയപ്പെട്ടതും നിർബന്ധം പ്രയാസകരമായതുമാണ്. നാം അതിൽ ഭൂമി ഇളക്കിവിട്ട കൃഷി പോലെയുണ്ട്. നാം പ്രവർത്തിക്കാത്തത് നാം പറയുന്നു, നാം മനസ്സിലാക്കാത്തത് പ്രവർത്തിക്കുന്നു. വിവരമില്ലാത്തവനെ നാം പിന്തുടരുന്നു. വാക്കുകളെപ്പറ്റിയും പ്രവർത്തനങ്ങളെപ്പറ്റിയും ചോദിക്കപ്പെടാത്തത് പോലെയുണ്ട് നാം അതിൽ, അഥവാ കാലത്തിൽ. ദാഹം തീരലും വയറ് നിറയലും ക്രൂര ജന്തുവിനേക്കാൾ മികച്ചു നിൽക്കുന്ന തള്ളലും നമ്മെ അഹങ്കാരികളാക്കിയിട്ടുണ്ട്. നമ്മളിൽ കഴുതക്കുട്ടിയും കുതിരക്കുട്ടിയുമുണ്ട്. നീചൻ സ്നേഹിക്കുന്നവന്റെ മേൽ ചാടി വീണിരിക്കുന്നു. നമുക്കിടയിൽ ആരാധകർ നിർവഹിക്കാനുള്ള നിശ്ചിത സമയങ്ങളും സമ്മേളനങ്ങളും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഗുണവാന്മാരോടുള്ള ബാധ്യതകൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നില്ല. നിഷേധം കൊണ്ട് തെമ്മാടിത്തം പ്രവർത്തിക്കൽ അകറ്റി നിർത്തപ്പെടുന്നില്ല. മതത്തിൽ വീഴുന്ന കീറലുകൾ പൊറുക്കലിനെ തേടിക്കൊണ്ട് തുന്നപ്പെടുന്നില്ല. ഉറപ്പിൻ്റെ മാർഗം ചിന്തകൾ കൊണ്ട് ബന്ധിക്കപ്പെടുന്നില്ല. വയസ്സുകളുടെ നക്ഷത്രങ്ങൾ അസ്തമിക്കാറായിട്ടുണ്ട്. വിധികളുടെ തേളുകൾ ശാന്തമായി ഓടിയിരിക്കുന്നു. നാശത്തിൻ്റെ കാക്കകൾ രാഗത്തിൽ പാടിയിരിക്കുന്നു. ശേഷിപ്പിൻ്റെ തൂണുകൾ അവയുടെ ആൾക്കാരുടെ പിക്കാസുകൾ കൊണ്ട് തകർന്നിരിക്കുന്നു. യാത്രയുടെ അറിയിപ്പുകാരൻ താമസിക്കുന്നവരിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അറിയണേ, നിന്ദിതയോടെ നിങ്ങൾ തിരക്കിക്കയറുക. അവരിൽ നിന്നും ആദ്യത്തവർ അവസാനത്തവരോട് അടുത്തു വരും. അവരിൽപ്പെട്ട വലിയവരെ ചെറിയവർ അനുകരിക്കും. അവരുടെ വീടുകളിൽ നിന്നും കഴിഞ്ഞുപോയവരോട്, മരിച്ചവരോട് ഇപ്പോൾ അവയിൽ താമസിക്കുന്നവർ ചേരുക തന്നെ ചെയ്യും. ഈ പ്രക്രിയ എല്ലാവരെയും കുഴികളും കബറുകളും വിഴുങ്ങുന്നത് വരെ തുടർന്നു കൊണ്ടേയിരിക്കും. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
കേൾക്കുന്ന ശബ്ദത്തിന് വേണ്ടിയും വേഗതയുള്ള മരണത്തിന് വേണ്ടിയും വഷളായ സംഗതിക്ക് വേണ്ടിയും വേഗത കൂടിയ വിചാരണയ്ക്ക് വേണ്ടിയും നിങ്ങൾ ഒരുങ്ങണം. ആകാശം പിളരുകയും ക്ഷോഭിക്കുകയും ചെയ്താൽ, മലകൾ ഛിന്ന ഭിന്നമാവുകയും സഞ്ചരിക്കുകയും ചെയ്താൽ, കബറുകൾ ഇളക്കി മറിക്കപ്പെടുകയും ഇളകി മറിയുകയും ചെയ്താൽ, ഏടുകൾ നിവർത്തപ്പെടുകയും പറക്കുകയും ചെയ്താൽ, കണ്ണുകൾ പൊങ്ങുകയും പരിഭ്രമിക്കുകയും ചെയ്താൽ, ചീത്ത പ്രവർത്തിച്ചവരുടെ കച്ചവടങ്ങൾ നഷ്ടമാവുകയും നശിക്കുകയും ചെയ്താൽ, അന്ത്യദിനത്തിൻ്റെ ആസ് പൊടിക്കുന്ന കല്ല് ദോഷികളുടെ മേൽ ശക്തമാവുകയും കറങ്ങുകയും ചെയ്താൽ, അഹങ്കാരികളുടെ ശക്തികൾ കൊഴിയുകയും തളരുകയും ചെയ്താൽ, ഭക്തർക്ക് വേണ്ടി സ്വർഗം അലങ്കരിക്കപ്പെടുകയും പ്രകാശിക്കുകയും ചെയ്താൽ, നരകം അവിശ്വാസികളുടെ മേൽ കത്തിക്കപ്പെടുകയും തിളക്കുകയും ചെയ്താൽ, അവിടെ വെച്ച് മാതാപിതാക്കളിൽ നിന്നും കുട്ടി ഓടിപ്പോകും. അക്രമം പ്രവർത്തിച്ചവൻ അവൻ്റെ കൈകളിൽ കടിക്കും. സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ തൂക്കുവാൻ സത്യത്തിൻ്റെ തുലാസ് സ്ഥാപിക്കപ്പെടും. അപ്പോൾ ഏതൊരുവൻ്റെ തുലാസുകൾ കനം കൂടിയോ അവൻ സന്തോഷകരമായ ജീവിതത്തിലായിരിക്കും. എന്നാൽ ഏതൊരുവൻ്റെ തുലാസുകൾ ലഘുവായോ അവനാകട്ടെ അവൻ്റെ സങ്കേതം ഹാവിയ, അതായത് അഗാധ നരകം തന്നെയാകുന്നു. അതെന്താണെന്ന് നിനക്കെന്തറിയാം? ചൂടേറിയ അഗ്നിയത്രേ. മറഞ്ഞു നൽകുന്നവയെ അറിയുന്നവൻ്റെ വചനം. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാകുന്നു. നിങ്ങളുടെ കൂലികൾ ഖിയാമത്ത് നാളിലെ നിങ്ങൾക്ക് നിറവേറ്റി തരപ്പെടുകയുള്ളൂ. അപ്പോൾ ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അവന് ഭാഗ്യം പ്രാപിച്ചു. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സൂറത്ത് ആലി ഇമ്രാൻ 185 ഈ വചനത്തോടു കൂടെയാണ് ഈ ഖുതുബ അവസാനിക്കുന്നത്. അള്ളാഹു ഇബാദത്തിൽ കൂടുതലായി ശ്രദ്ധിക്കുന്നതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.